SY ട്രിപ്പിൾ 2019 KTU സിഗ്നൽസിൻ്റെ മൊഡ്യൂൾ 3 തിയറിയാണ്. തിയറിയായിട്ട് നമുക്ക് പറയാനുള്ളത് റൂട്ട് സർവീസ് ക്രൈറ്റീരിയനാണ്. നമ്മൾ ഓൾറെഡി പ്രോബ്ലം സോൾവ് ചെയ്താണ്. റൂട്ട് സർവീസ് ക്രൈറ്റീരിയ യൂസ് ചെയ്യുന്നത് സിസ്റ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. G((1) + G((h)) അതാണ് നമ്മുടെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അതിൽ ഡിനോമിനേറ്റർ സീറോഡ് ഇക്വേറ്റുമ്പോഴാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആവുക. ആ സീറോഡ് ഇക്വേറ്റുമ്പോൾ കിട്ടുന്ന എസിൻ്റെ വാല്യൂസ് നമ്മൾ പോൾസ് എന്ന് വിളിക്കാം. ഇപ്പോൾ ഇക്വേഷൻ S² വെച്ചാൽ വരുന്നെങ്കിൽ നമുക്ക് 2 പോൾ ഉണ്ടാവും, S³ വെച്ചെങ്കിൽ 3 പോൾ ഉണ്ടാവും. ഈ പോളെല്ലാം ലെഫ്റ്റ് വരുവാണെങ്കിൽ സിസ്റ്റം സ്റ്റേബിൾ, റൈറ്റിൽ വരുവാണെങ്കിൽ അൺസ്റ്റേബിൾ, ഒറിജിനിൽ വരുവാണെങ്കിൽ മാർജിനൽ സ്റ്റേബിൾ. അതാണ് ഫിഗറായിട്ട് കാണിച്ചേക്കുന്നത്. സ്ക്വയറും ക്യൂബും 4ഉം വരെയൊക്കെ നമുക്ക് കാൽക്കുലേറ്റർ വെച്ചാൽ റൂട്ട്സ് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് S⁵5 S⁵6 S⁵7 ഇതൊന്നും വന്നാൽ നമുക്ക് റൂട്ട്സ് ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് നമ്മൾ റൂട്ട് സർവീസ് വെച്ചിട്ട് സ്റ്റെബിലിറ്റി അനലൈസ് ചെയ്യുക. നമ്മൾ ചെയ്ത പ്രോബ്ലം എല്ലാം നോക്കി S⁵5ഉം 6 ഒക്കെയാണ് കേട്ടോ. അതിനാണ് റൂട്ട് സർവീസ് യൂസ് ചെയ്യുക. അതിൻ്റെ കോൺസെപ്റ്റ്സാണ് നമ്മൾ അടിയിൽ പോയിൻറ്റ്സ് ആയിട്ട് എഴുതിയേക്കണം. അതിലൊരു 3-4 പോയിൻറ്റോ നിങ്ങൾ പഠിച്ചു വെക്കണം. പിന്നെ ഓർഡർ ഓഫ് ദ സിസ്റ്റം എന്ന് പറഞ്ഞും ടൈപ്പും ഉണ്ട്. ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് പോൾസ് S⁵5 ആണെങ്കിൽ നമുക്ക് 5 പോൾ ഉണ്ടാവും. അതിനാണ് നമ്മൾ ഓർഡർ ഓഫ് സിസ്റ്റം എന്ന് വിളിക്കാം. പിന്നെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഡിനോമിനേറ്റർ സീറോഡ് ഇക്വേറ്റുമ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടാം. നമുക്ക് വേണം തിരിച്ച് ചെയ്യാം. നമുക്ക് ഒരു ഫിഗർ തന്നിട്ട് അതിൽ നിന്ന് ട്രാൻസ്ഫോർമേഷൻ എഴുതാൻ ചോദിക്കും. പോൾ സീറോ പ്ലോട്ട് എന്നാണ് പറയാം. കണ്ടോ, ക്രോസ് ഇട്ട് ചെയ്തേക്കണൊക്കെ പോൾസ് ആണ്. അതല്ല നമ്മൾ ഡിനോമിനേറ്റർ എഴുതാം, ന്യൂമറേറ്ററിൽ സീറോസ് ആണ് എഴുതാം കേട്ടോ. ഇത്രയാണ് തിയറി ആയിട്ടുള്ളത്. അതിൽ ഈ കോൺസെപ്റ്റ്സ് ഓഫ് പോസിറ്റീവ് റിയൽ ഫംഗ്ഷൻ, അത് റൂട്ട് സർവീസിൻ്റെ കോൺസെപ്റ്റ് 4 പോയിന്റ്സ് പഠിച്ചു വയ്ക്കുക. പിന്നെ എന്തിനാണ് റൂട്ട് സർവീസ് യൂസ് ചെയ്യുന്നത് അറിഞ്ഞിരിക്കണം കേട്ടോ.